കഴിഞ്ഞ കുറേ ദിവസമായി ഹിമാചലിലും മഹാരാഷ്ട്രയിലും അടക്കം കോൺഗ്രസിന്റെ വൻകിട നേതാക്കൾ ഉൾപ്പെടെ ബി.ജെ.പിയിലേക്ക് എത്തുന്ന കാഴ്ച, ഹിമാചലിൽ സർക്കാർ തന്നെ ബി.ജെ.പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച, ഇവിടെ ദക്ഷിണേന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, 10 വർഷം നിരന്തരം ഭരിച്ച ഒരു പാർട്ടി, കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ TRS, ഇപ്പോഴത് BRS ആണ്. ആ BRS പാർട്ടിയിലുള്ള MP-മാർ വരിയായി ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം പോത്തുകണ്ടി രാമലുവും മകനും ബി.ജെ.പിയിലേക്ക് ജോയിൻ ചെയ്തിരുന്നു. അദ്ദേഹം MP ആണ്. പോത്തുകണ്ടി രാമലു എന്ന് പറയുന്നത് BRSൻ്റെ MP ആണ്. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ BRSൻ്റെ MP, നാഗൂർ കുണൂൽ മണ്ഡലത്തിലെ MP ആയ BB പാട്ടീൽ, രാജീവ് ചന്ദ്രശേഖറിൻ്റെയും അതുപോലെ JP നദ്ദയുടെയും സാന്നിധ്യത്തിൽ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തിരിക്കുന്നു. ഈ രണ്ട് MP-മാരും പറഞ്ഞിരിക്കുന്നത്, MP-മാർ മാത്രമല്ല, അനവധി നേതാക്കളും അണികളും MP-മാർക്കൊപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് ബി.ജെ.പിയിൽ. ഈ MP-മാർ പറയുന്നത് തങ്ങളുടെ മണ്ഡലത്തിന് വികസനത്തിന് കേന്ദ്രം കൂടിയേ കഴിയൂ. മോദി പലപ്പോഴും തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മോദി ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല, വികസനം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ബി.ജെ.പിയിൽ ജോയിൻ ചെയ്യുന്നത്. അതായത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയെങ്കിൽ തെലങ്കാനയിൽ കോൺഗ്രസും ബി.ജെ.പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ്. ഈ മുൻപ് പറഞ്ഞു കേട്ടിരുന്നത് ഈ BRS ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായി മാറുമെന്ന്. ഇക്കണക്കിനാണെങ്കിൽ സഖ്യകക്ഷിയായി മാറേണ്ട ആവശ്യമില്ല. ചന്ദ്രശേഖർ റാവു മകളും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും കാവി പുൽകുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.